എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC+2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC+2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2024 ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിജി ലോക്കറിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മിസ് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ വഴി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ മിസ് ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യമേ കാണുക. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നവരെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത്ര തന്നെ വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 ഏപ്രിൽ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങൾ ഫെയിലായി പോയ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വരാൻ പോകുന്ന 2024 ഒക്ടോബർ ബാച്ചിലേക്ക് ആ ഒരു പരാജയപ്പെട്ടു പോയ വിഷയം സേ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ സേ എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. സേ എക്സാം ഫീസ് അടയ്ക്കേണ്ട ആ ഒരു സൈറ്റ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. പരീക്ഷ ഫീസ് സാധാരണ നമ്മുടെ പരിഷ്കരിച്ചിട്ടുള്ള പരീക്ഷ ഫീസ് തന്നെയാണ്. ഒരു സബ്ജക്റ്റിന് തിയറി വിഷയത്തിന് 300 രൂപയും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയത്തിന് 150 രൂപയാണ്. പ്ലസ് ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പരീക്ഷ ഫീസിന്റെ ആ ഒരു ലിങ്ക് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സേ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ഫെയിൽ ആയിരിക്കുന്നത് ആ സബ്ജക്റ്റിന്റെ പരീക്ഷ ഫീസ് അടച്ച് നിങ്ങൾ പരീക്ഷ ഒക്ടോബർ ബാച്ചിലേക്കുള്ള പഠനം നിങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി വന്നാണ്. സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. അത് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ആ ഒരു സൈറ്റും ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡേറ്റുകളൊക്കെ ചൂസ് ചെയ്ത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴിയും ഈ ഫെയിൽ ആയി പോയ സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്ക് സെയിം പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ സൈറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പരീക്ഷ ഫീസ് പരിഷ്കരിച്ചിട്ടുള്ള പരീക്ഷ ഫീസാണ്. അതനുസരിച്ച് വേണം നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചു പോകാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.